അമ്മയ്ക്ക് എന്താണ് തെറ്റായിട്ട് തോന്നാത്തത്? ഞാൻ എന്ത് ചെയ്താലും അത് അമ്മയ്ക്ക് തെറ്റായിട്ടല്ലേ തോന്നും. എന്തൊക്കെയായി പറയുന്നത് മെൽവിൻ? നീ കർത്താവിന്റെ മകനാണ്. സിനിമാ തിയേറ്ററിലേക്ക് പോകാൻ പാടുണ്ടോ? അതൊക്കെ കർത്താവിന് ഇഷ്ടമാണോ? ആലോചിച്ചു നോക്ക്. ഞാൻ അതിന്റെ ദിവസവും തിയേറ്ററിൽ പോകാറുണ്ടോ? ഇന്നല്ലേ ഒന്ന് പോയത്, അതിന് ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും മാതാപിതാക്കളായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മക്കളെ അച്ചടക്കത്തോടെ ഉപദേശിച്ച് വഴി നയിക്കേണ്ട കാര്യത്തിൽ തീർച്ചയായും കർശനം വേണം. അത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അത് നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ അധിക ലാളനം അപകടത്തിലേക്ക് നയിക്കും എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. സന്താന ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവ് ഓരോ മാതാപിതാക്കൾക്കും നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ്. ആരും തന്നെ തങ്ങളുടെ മക്കൾ അച്ചടക്കമില്ലാത്തവരും സമൂഹത്താൽ വെറുക്കപ്പെടുന്നവരുമായി തീരണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അധികം ലാളനയും കൂടുതൽ സ്വാതന്ത്ര്യവും മക്കളെ അങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് പേരൻസ് തങ്ങളുടെ മക്കൾ ജീവിതത്തിൽ ഒരിക്കലും നിരാശരാകാനേ പാടില്ല എന്നുള്ളതിനു വേണ്ടി ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അവരാഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചില മക്കൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ അത് ലഭിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായി തീരുന്നു. അതിനാൽ മാതാപിതാക്കളെ, അധിക ലാളനം അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കി കർത്താവിനെക്കുറിച്ച് പഠിപ്പിച്ച് അവനെ പിന്തുടരാൻ മക്കളെ ശീലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ കർത്താവിൽ നല്ലവരായി ജീവിക്കും. നിങ്ങളുടെ മക്കളുടെ സമാധാനവും വലുതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. ചേച്ചി, മകനെ വല്ലാതെ ലാളിച്ചു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്കിൾ. ഞാൻ എത്രയോ പറഞ്ഞു നോക്കി, പക്ഷെ കേൾക്കുന്നേയില്ല. ഈയിടെയായിട്ട് അവന്റെ പോക്കത്ര ശരിയല്ല അങ്കിൾ. ശരിക്ക് പഠിക്കുന്നുമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ അവൻ എന്നോട് സംസാരിക്കുന്നു പോലും ഇല്ല അങ്കിൾ. സംസാരിക്കുന്നില്ലെന്നോ? ഇക്കാര്യം ഡാനിക്ക് അറിയാവോ? അറിയാം അങ്കിൾ. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല. അദ്ദേഹം കൊടുക്കുന്ന ലാളനയാ അവനെ ഇത്രത്തോളം മാറ്റിയത്. എന്താ മോനെ, പഠിച്ചോണ്ടിരിക്കുകയാണോ? അതെ അച്ഛാ, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു. ഉറക്കം വരുന്നോ? എന്നാ ശരി മോനെ, പോയി കിടന്നോ. ശരി അച്ഛാ. ചെല്ല്. അല്ല, മെൽവിൻ എവിടെ? ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പോയി കിടന്നോളാൻ പറഞ്ഞു. പോയി കിടക്കാൻ പറഞ്ഞെന്നോ? അവന് സെമിസ്റ്റർ വരികയല്ലേ? അവന് വേണ്ടിയാ ഞാൻ ഈ കാപ്പി കൊണ്ടുവന്നത്. കോഫിയല്ലേ? ഇതാ, ഞാൻ കുടിച്ചോളാം. നീയും പോയി കിടന്നു. എന്താ ഇത്? എക്സാമിന്റെ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണോ നിങ്ങള്? അവനെന്നോട് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. ഉറങ്ങുന്ന ചെറുക്കൻ എങ്ങനെ പഠിക്കാനാ? 8:30 മണിക്ക് എന്താ ഉറക്കം?
നിങ്ങൾ അവനെ ചീത്തയാക്കുന്നത്. എനിക്ക് തന്നെ എട്ടരയായ ഉറക്കം വരും. പാവം പഠിക്കുന്ന ഇറക്കാൻ എട്ടരയാകുമ്പോ ഉറക്കം വരില്ലേ? ശരി, ഞാൻ ഉറങ്ങാൻ പോവാ. ഇങ്ങനെ ലാളിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയാ പരീക്ഷയിൽ മാർക്ക് വാങ്ങുക? ഇവരെ രണ്ടുപേരെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് എനിക്കറിയില്ല. ഛേ. മെൽവിൻ വന്നോ മോളെ? ഇല്ലമ്മേ, ഇതുവരെയും വന്നില്ല. ഇനിയും വന്നില്ലേ? സമയം 10 ആകാൻ പോകുന്നു. ഇനി എന്താ വരാത്തെ? അച്ഛനോ? അച്ഛൻ ഉറങ്ങിയല്ലോ. ആർക്കും ഒരു വിഷമവും ഇല്ല. എന്റെ മനസ്സാ പിടയ്ക്കുന്നത്. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ ഇത്ര വൈകിയത്? ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ട്രീറ്റ് ഉണ്ടായിരുന്നു, അതാ കുറച്ച് ലേറ്റ് ആയി. അതൊന്ന് പറഞ്ഞിട്ട് പോകരുതോ? നിന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാണോ തെറ്റ്? എന്തിനാടാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് ചെയ്താലും അതിലൊക്കെ ഇങ്ങനെ തെറ്റ് കണ്ടുപിടിച്ചാ? എന്താ നീ ഇങ്ങനെ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നേ? ഇതാണോ നീ പഠിച്ച ലക്ഷണം? പറയേ. 2 സബ്ജക്റ്റിൽ അരിയർ വേറെ. കോളേജിൽ നീ പഠിക്കാൻ പോയതാണോ അതോ വേറെ എന്തിനെങ്കിലും പോയതാണോ? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഊരു ചുറ്റി നടന്നാ ഇങ്ങനെയാവും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നിന്റെ അച്ഛൻ തരുന്ന ലാളനയാ. ഞാൻ ലാളിച്ച എന്താ തെറ്റ്? ഒന്ന് ലാളിച്ചോണ്ട് ആരും ചീത്തയാവാൻ പോകുന്നൊന്നുമില്ല. ചീത്തയായി പോവൊന്നുമില്ല. പക്ഷെ പഠിത്തത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പൊ നീ എന്തിനാ ഒച്ചയിടുന്നത്? ഒച്ചയിട്ടെന്നോ? എന്റെ സങ്കടം ഞാൻ പറഞ്ഞതാ. നിന്റെ സങ്കടം ഒന്നും ഇവിടെ കാണിക്കണ്ട. ഇപ്പൊ എന്താ സംഭവിച്ചത്? 2 സബ്ജക്റ്റിൽ അരിയർ വന്നു. അടുത്ത സെമസ്റ്ററിൽ അവൻ ശരിയാക്കിക്കോളും. വിട്ടേക്ക്. വേണ്ട കേട്ടോ, ഇത്രയും ലാളിക്കേണ്ട കാര്യമില്ല. എനിക്ക് പേടിയാവുക. നീ പൊയ്ക്കോ. ആ, നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. ഞാനും ഡാനിയോട് സംസാരിക്കാം. വേറെന്ത് ചെയ്യാനാ? ഓരോ വീട്ടിലും ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങളാ. അതൊക്കെ മാനേജ് ചെയ്തല്ലേ പറ്റൂ. പ്രശ്നം എനിക്ക് പുതിയതൊന്നും അല്ല അങ്കിൾ. പക്ഷേ മെൽവിന്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം തോന്നുന്നേ. അവൻ ട്രാക്ക് മാറി പോയിക്കൊണ്ടിരിക്കുക അങ്കിൾ. എനിക്ക് അതിനെക്കുറിച്ചാ പേടി. വെറുതെ സങ്കടപ്പെടല്ലേ, എല്ലാം ശരിയാവും. ഭാര്യയും ഭർത്താവും ഒരേ ശരീരമാണ്, വെവ്വേറെയല്ല. ഇത് ശരിക്കും മനസ്സിലാക്കിയ കയ്പും കോപവും വെറുപ്പുമൊന്നും അവർ തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല. സ്വന്തം ശരീരത്തോട് ആർക്കും പകയുണ്ടാവില്ലല്ലോ.
മെൽവിൻ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കിൾ. എനിക്ക് അതിനെക്കുറിച്ചാ വിഷമം. അന്ന് ഫ്രണ്ടിന്റെ ബൈക്കില് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കണ്ടു. മെൽവിൻ, 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 മെൽവിൻ! അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ പറഞ്ഞ അവൻ കേൾക്കുന്നില്ല അങ്കിൾ. ഇക്കാര്യം ഡാനിയോട് പറയരുതോ? എന്തു പറയാനാ? എല്ലാത്തിനും അദ്ദേഹമാ കാരണം. അദ്ദേഹം ശാസിക്കുന്നില്ല, എന്നെ ശാസിക്കാൻ അനുവദിക്കുന്നില്ല. മൂഢനായ മകൻ അപ്പന്റെ വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട്. അത് തന്നെ അങ്കിൾ എന്റെ വിഷമം. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. മെൽവിൻ, നിക്ക്. നീ എവിടെ പോയിട്ട് വരിക? കോളേജില്. എവിടെ പോയിട്ട് വരികന്ന്? കോളേജിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? സത്യം പറ, എവിടെ പോയിട്ട് വരിക നീ? അതെ, ഞാൻ സിനിമ കാണാൻ പോയിട്ടാ വരുന്നത്. അതിലിപ്പോ എന്താ കുഴപ്പം? കോളേജിലേക്ക് പോവാന്ന് നുണ പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോയിട്ട് വരുന്നോ? ഇത് തെറ്റല്ലേ? അമ്മയ്ക്ക് എന്താണ് തെറ്റായിട്ട് തോന്നാത്തത്? ഞാൻ എന്ത് ചെയ്താലും അത് അമ്മയ്ക്ക് തെറ്റായിട്ടല്ലേ തോന്നൂ. തർക്കുത്തരം പറയുന്നോ മെൽവിൻ? നീ കർത്താവിന്റെ മകനാ. സിനിമയ്ക്ക് പോകാൻ പാടുണ്ടോ? ഇതൊക്കെ കർത്താവിന് ഇഷ്ടമാണോന്ന് നീ ചിന്തിച്ചു നോക്കിയോ? ഞാൻ അതിന്റെ ദിവസവും തിയേറ്ററിൽ പോകാറുണ്ടോ? ഇന്നല്ലേ ഒന്ന് പോയത്. അതിന് ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചെറിയ കൊച്ചൊന്നുമല്ല. അച്ഛാ, എന്തോന്ന് അച്ഛൻ? മോനാന്ന് കരുതി ഒന്ന് ലാളിച്ച നീ അധിക പ്രസംഗം കാണിക്ക. ആരോടാ നീ കയർത്ത് സംസാരിക്കുന്നത്? അവളെന്റെ ഭാര്യയാ. ഞാൻ അവളോട് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞ് നീ ദേഷ്യപ്പെടണ്ട. ക്ഷമ ചോദിക്കടാ. തെറ്റ് ചെയ്തിട്ട് അഹങ്കരിച്ചുള്ള സംസാരവും. എടാ, ക്ഷമ ചോദിക്കാൻ. സോറി അമ്മ. നിങ്ങൾ എന്താ ചെയ്തേ? തോളോളം വളർന്ന മോനെ ഇങ്ങനെ കരുണ തടിച്ചില്ലേ? പാവല്ലേ അവൻ. സോറി ജ്യോതി, തെറ്റല്ല എന്റെ ഭാഗത്താ. കൂടുതൽ ലാളിക്കരുതെന്ന് നീ പറഞ്ഞതാ. അത് ഞാൻ കേട്ടില്ല. ഇപ്പൊ അതിന്റെ ഫലം അനുഭവിക്കുന്നത്. ലാളിക്കുകയും വേണം, ശാസിക്കുകയും വേണമെന്നുള്ളത് എനിക്കിപ്പോഴാ മനസ്സിലായത്. നിന്നെയും ഞാൻ സങ്കടപ്പെടുത്തി. കുറെ നാൾ മിണ്ടാതിരുന്നു. ഐ എം സോറി ജ്യോതി. എന്താ നിങ്ങള് എന്നോട് എന്തിനാ സോറി പറയുന്നേ? മെൽവിൻ എന്ത് ചെയ്തെന്ന് നോക്കാം. വന്നേ. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിരുന്നോ? ഇപ്പോൾ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നിങ്ങളുമായി കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസത്തോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയുന്നു, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന്. കർത്താവ് നമുക്ക് മക്കളെ തരുന്നതും അവന്റെ വഴിയിലൂടെ നടത്തുന്നതും കർത്താവിന്റെ നാമം നമ്മുടെ മക്കളിലൂടെ മഹത്വപ്പെടുന്നതിനായി അവൻ നമുക്ക് മക്കളെ തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കൊച്ചുനാൾ മുതലേ മക്കളെ കർത്താവിൽ വളർത്തുന്ന ഒരു അനുഭവം മാതാപിതാക്കളായ നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. കൊച്ചുനാൾ മുതലേ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം. ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ മക്കളെ വേദപുസ്തകം വായിക്കുന്നതിലും പ്രാർത്ഥനയിലും വളർത്തുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അങ്ങനെ മക്കൾ വേദപുസ്തകം വായിക്കുന്ന ഒരു ശീലമുണ്ടാകുമ്പോൾ, മക്കളുടെ ഉള്ളിലും കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ളപ്പോൾ, മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞതനുസരിക്കാതെ ജീവിക്കുമ്പോൾ,
ചില കാര്യങ്ങളിൽ മക്കൾ പിടിവാശിയോടുകൂടി പ്രവർത്തിച്ചാൽ പോലും മാതാപിതാക്കളായ നമ്മൾ മക്കളെ കർത്താവിന്റെ വചനം പറഞ്ഞുകൊടുത്ത് അവരെ നേരെയാക്കാൻ, അവരെ ശരിയായ പാതയിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കും. മക്കളോട് നമുക്ക് പറയാൻ സാധിക്കും, നീ ബൈബിൾ വായിച്ചില്ലേ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഈ വചനം അനുസരിച്ച് ഈ കാര്യം നിനക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മെ അത് സഹായിക്കും. അതുപോലെ തന്നെ മക്കളോടൊപ്പം കുടുംബ പ്രാർത്ഥന നടത്തി മക്കളുടെ ചില കാര്യങ്ങൾ നേരെയാക്കണം എന്നുണ്ടെങ്കിൽ, മക്കളുടെ കാര്യത്തിനായി മാതാപിതാക്കളായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞ് മക്കൾക്കായി, മക്കളുടെ കാര്യത്തിൽ എന്താണ് നടക്കാനുള്ളത്, അവർക്ക് എന്താണ് വേണ്ടത്, ഏതൊരു കാര്യത്തിലാണോ വാശി പിടിക്കുന്നത് അത് വിട്ടു പുറത്തു വരണമെങ്കിലോ ആ കാര്യത്തെക്കുറിച്ചൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് സംസാരിക്കും, മക്കളുടെ ഹൃദയത്തിൽ കർത്താവ് സംസാരിക്കും. നമ്മൾ അവരോട് പറയണം, നീ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ വാശി പിടിക്കരുത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, പേരൻസായ നമ്മൾ. അതിനുശേഷം കുടുംബ പ്രാർത്ഥനയിൽ മക്കളോടൊപ്പം ഇരുന്ന് അതിനായി നമ്മൾ പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ ആ ഉപദേശം നൽകുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. അതുമാത്രമല്ല, വേദവചനമനുസരിച്ച് മക്കൾക്ക് ഉപദേശങ്ങൾ നൽകുമ്പോൾ മക്കൾ വേദവചനത്തിന് കീഴടങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും. മാതാപിതാക്കളായ നമുക്കും തന്നെ ആ വേദവചനമനുസരിച്ച് മക്കളെ വളർത്താനുള്ള ഒരു ശീലവും നമുക്കുണ്ടാകും. അതുകൊണ്ട് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ലാളിച്ച് വളർത്താം, തീർച്ചയായും മക്കളെ ലാളിക്കാം. ഏത് കാര്യത്തിലാണോ ലാളിക്കേണ്ടത് അതിലാണ് ലാളിക്കേണ്ടത്. ശാസിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ശാസിക്കണം. ദിവസവും കർത്താവിന്റെ മക്കൾ ബൈബിൾ വായിക്കണം, തീർച്ചയായും പ്രാർത്ഥിക്കണം. നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തണമെന്ന് മാത്രമല്ല, മക്കളെയും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ച് അവരോടും പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെ നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, യേശുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, യേശുവിന്റെ ഹിതപ്രകാരം നീ ജീവിക്കണം, നീ പ്രാർത്ഥിക്കണം. അപ്പോൾ യേശുദേവൻ നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിനക്ക് നിറവേറ്റിത്തരും, നിനക്ക് നല്ലോണം പഠിക്കാനുള്ള ജ്ഞാനം നൽകും, ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിത്തരും എന്നവരോട് പറഞ്ഞ് മക്കളെ പ്രാർത്ഥനയിലേക്ക് വഴി നയിച്ച് നമ്മൾ വളർത്തുമ്പോൾ മക്കളുടെ കാര്യത്തിൽ കർത്താവ് തന്നെ ചുമതല ഏറ്റെടുത്ത് അവരെ വഴി നയിക്കും. നമ്മൾ പറയുന്നതിനേക്കാളും കർത്താവിന് മുൻപാകെ കുടുംബത്തോടു കൂടി തന്നെ നമ്മളും പ്രാർത്ഥിച്ച് അതുപോലെ മക്കളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിൽ സംസാരിക്കും, കീഴടങ്ങാൻ പഠിപ്പിക്കും, പിടിവാശി കാണിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരും, ഏത് കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ കർത്താവ് അവരെ നന്നായി വഴി നയിക്കുന്നതാണ്. ബൈബിളിൽ കർത്താവിന്റെ വചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 29 അധ്യായം 15 വചനം. ഇതെന്താണ് പറയുന്നതെന്നോ, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിനു വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, മക്കളെ സ്നേഹിക്കണം, അതേസമയത്ത് മക്കളെ ശാസിച്ചും ഉപദേശിച്ചും വളർത്തണം. അങ്ങനെ ശാസനയോടുകൂടി നമ്മൾ ഉപദേശിച്ച് വളർത്തുമ്പോൾ, അതായത് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ശാസിച്ച് വളർത്തുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് ആ മക്കളിലൂടെ പേരൻസ് ആയ നിങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം കിട്ടും. അതുമാത്രമല്ല, പേരൻസിന്റെ മനസ്സിന് പ്രമോദം കിട്ടും. അതായത് ഈ കാലത്ത് എല്ലാ പേരൻസിന്റെ ആഗ്രഹം എന്റെ മക്കൾ നന്നായി വളരണം, അവർക്ക് നല്ല ഒരു വലിയ ജോലി കിട്ടണം, അവരിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഇതൊക്കെയാണ് പേരൻസിന്റെ ആഗ്രഹം. മക്കൾ ചെറുപ്പകാലത്ത് തന്നെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യവും. അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം കർത്താവ് നൽകണമെങ്കിൽ മക്കളെ കർശനമായിട്ടും ഉപദേശിച്ച് വളർത്തണം. അതുകൊണ്ട് തീർച്ചയായും കർത്താവിന് മുൻപാകെ മക്കൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് നേരോടെ പെരുമാറണമെന്നുള്ള കാര്യത്തിൽ പേരൻസായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവം ഉള്ളപ്പോൾ മക്കളെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് അവരിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ്. കർത്താവിന്റെ വചനപ്രകാരം മക്കൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു മകനായിരിക്കും, ഒരു മകളായിരിക്കും എന്ന് വചനം പറയുന്നു. ശുശ്രൂഷാപാതയിൽ ഈ ഒരു ചുറ്റുപാടിലും എന്റെ മകൻ എനിക്ക് തുണയായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ പറയുന്ന വാക്കുകൾ എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ചില പേരൻസ് പറയാറുണ്ട്, ചെറുപ്രായമായിരിക്കും,
കൊച്ചുകുട്ടികൾ ഒരു 8-10 വയസ്സുണ്ടാവും. ചില അമ്മമാര് പറയാറുണ്ട്, ഞാൻ ഇത്രത്തോളം ദുഃഖവും കഷ്ടപ്പാടും സഹിക്കുമ്പോഴും എന്റെ മകൻ എന്നോട് അല്ലെങ്കിൽ മകൾ എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. എന്റെ മകനും മകളും എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായി. ആ ദുഃഖം തന്നെ ഞാൻ മറന്നുപോയി. അങ്ങനെ മക്കളെ പേരൻസിന് ആശ്വാസം നൽകുന്ന മക്കളായി കർത്താവ് വളർത്തും. അപ്പോൾ മക്കളെ കർത്താവിൽ വളർത്തിയാൽ മാത്രമേ മക്കൾ പേരൻസിന് ആശ്വാസം നൽകുന്ന ഒരു മകനായി മകളായി കാണപ്പെടുകയുള്ളൂ. ചിലരെ നമ്മൾ കാണാറുണ്ട്, പലപ്പോഴും ഞാൻ കാണാറുണ്ട്, എൻ്റെ അടുക്കൽ ചിലർ വരാറുണ്ട്. അവർ മക്കളെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ തന്നെ അവർ മുട്ടുകുത്തി നിൽക്കും. ആ പേരൻസ് എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ നല്ല അച്ചടക്കമായിരിക്കും. നല്ല ശാന്തതയോടുകൂടി പറയുന്നത് അനുസരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഞാൻ പറയും, വളരെ സന്തോഷം, മക്കളെ നന്നായി വളർത്തിയിരിക്കുന്നു, കർത്താവിൽ വളരെ അച്ചടക്കത്തോടെയാണ് വളർത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറയും. അതേ സമയത്ത് തന്നെ ചില വീടുകളിൽ എങ്ങനെയാണെന്നോ, പേരൻസിനെ നമ്മളോട് സംസാരിക്കാൻ പോലും അനുവദിക്കാറില്ല. അതുപോലെ അവർ നമ്മുടെ വീട്ടിലെ ഷോക്കേസ് മുതൽ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാം തനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചാൽ പോലും അറിയില്ല. ചില പേരൻസ് ആ സമയത്ത് അവരെ ശാസിക്കാറുണ്ട്. വേറൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, അവിടെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്, അതൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. ചില പേരൻസ് ഒന്നും മിണ്ടാതിരിക്കും. പക്ഷെ ചിലർ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. മക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കള് കാരണം നമുക്കൊരു ചീത്തപ്പേരുണ്ടാകരുത്. അപ്പോൾ നമ്മുടെ മക്കളെ കർത്താവിൽ വളർത്തുമ്പോൾ, വചനപ്രകാരം വളർത്തുമ്പോൾ, പ്രാർത്ഥനയിലൂടെ വളർത്തുമ്പോൾ മക്കൾ സാക്ഷികളായി വളരും. നമ്മുടെ മക്കളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. മാതാപിതാക്കളായ നിങ്ങൾക്കതൊരു വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾ പോകുന്നിടത്തും മക്കളെക്കുറിച്ച് സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ ജ്യോതി ചേച്ചി എന്ന നാടകം നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടിരുന്നു. അതിലുള്ള ആ പ്രിയപ്പെട്ട അമ്മ മകൻ പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്ന് കർശനമായിട്ട് അവനോട് പറയുന്നു. അതേ സമയത്ത് അവന്റെ അപ്പനോ മകൻ അദ്ദേഹത്തോട് എനിക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ ഇഷ്ടത്തിന് വിട്ടിട്ട് മകനോട് പോയി കിടന്നുറങ്ങാനും പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, പഠിക്കേണ്ട സമയത്ത് മക്കളോട് തീർച്ചയായും നിങ്ങൾ പഠിക്കാൻ പറയണം. പക്ഷെ ഒറ്റയടിക്ക് മക്കൾ എപ്പോ നോക്കിയാലും പഠിച്ചോണ്ടേയിരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും നിർബന്ധിക്കരുത്. കുറച്ചുനേരം അവർക്കൊരു ചേഞ്ച് കൊടുക്കാം, കുറച്ചുനേരം കളിക്കാൻ അനുവദിക്കാം, മക്കളുമായിട്ട് അല്പനേരം നിങ്ങൾക്ക് ചിലവഴിക്കാം. അങ്ങനെ നിങ്ങൾ മക്കളുടെ കൂടെ നിങ്ങളുടെ സമയം ചിലവാക്കുമ്പോൾ മക്കളും നിങ്ങളോട് അവർക്കുള്ള ആ സ്നേഹവും ഐക്യവും കൂടുതൽ ദൃഢപ്പെടും, ഉറപ്പുള്ളതാകും. അതുപോലെ തന്നെ ജ്യോതി ചേച്ചി എന്ന നാടകത്തിൽ നിന്നും മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, അമ്മ കർശനമായിരിക്കുന്നു, പക്ഷെ അപ്പനോ അമ്മ ശാസിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നില്ല. അദ്ദേഹം മകൻ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മകന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യരുത്. ഒരമ്മ ശാസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൻ ശാസിക്കുന്നുണ്ടോ, ശാസിക്കുന്ന സമയത്ത് മറ്റുള്ളവർ മക്കളുടെ മുൻപിൽ നിന്നുകൊണ്ട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദര നിങ്ങളുടെ ഭാര്യയോട് പറയരുത്. പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ഭർത്താവിനോട് അങ്ങനെ പറയരുത്. ഒരു പക്ഷേ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ മക്കളെ ശാസിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് നിങ്ങളുടെ മക്കൾ അച്ചടക്കമില്ലാതെ പോകാനുള്ള ഒരു ഉപദേശമാണെങ്കിൽ പോലും ആ സമയത്തൊന്നും മിണ്ടരുത്. മക്കളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും വാക്കുതർക്കം ഉണ്ടാക്കരുത്. മക്കളില്ലാത്തപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നുള്ളതിന് കർത്താവിൽ നിന്ന് ഉപദേശം തേടുക. ഉപദേശം നേടി മക്കളെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ മാതാപിതാക്കളായ നിങ്ങൾ രണ്ടുപേരും ഐക്യതയോടുകൂടി മക്കളെ ഉപദേശിക്കുന്ന സമയത്ത് ഒരാൾ പറയുമ്പോൾ മറ്റേയാൾ അതിനെതിരായിട്ട് സംസാരിക്കരുത്. ഒരമ്മ ഉപദേശം നൽകുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് മക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് ആ അച്ഛൻ സംസാരിക്കരുത്. രണ്ടുപേരും ഐക്യതയോടെ പ്രാർത്ഥിച്ച് എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെടണം എന്നൊരു തീരുമാനത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഏതൊരു കാര്യത്തിലും മക്കൾക്ക് ഉപദേശം നൽകുന്ന സമയത്ത് അത് മക്കൾക്കും നന്മയായിരിക്കും. മക്കൾക്കും നിങ്ങളോടൊരു ബഹുമാനം തോന്നും, നിങ്ങൾക്കും സന്തോഷമാകും. അതിനാൽ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മക്കളെ ശാസിച്ച് ഉപദേശിച്ച് വഴി നയിക്കേണ്ട കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾ ഉറച്ചു നിൽക്കണം. അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. അതാണ് നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം.
ആദ്യമൊന്നും അറിയില്ല. ഡ്രാമയിൽ നമ്മൾ കണ്ടില്ലേ, ആദ്യം ആ അപ്പനൊന്നും മനസ്സിലായില്ല. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ തെറ്റും മനസ്സിലാക്കിയത്. മകൻ തെറ്റായ പാതയിൽ സഞ്ചരിച്ചു. അപ്പോഴാണ് ആ അപ്പൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. അങ്ങനെ ആവരുത്. ആദ്യം മുതൽ തന്നെ രണ്ടുപേരും ഐക്യതയോടുകൂടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് വളർത്തുമ്പോഴാണ്, കർത്താവിനെ പിന്തുടർന്ന് ജീവിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് അത് മക്കൾക്കും അനുഗ്രഹമാവുക. മാതാപിതാക്കളായ നിങ്ങളുടെ മനസ്സിനും അത് സന്തോഷമാകും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സാക്ഷിയായി നിർത്തും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് തലമുറകളായി അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒരു അനുഗ്രഹം നൽകുന്നതിനായി കർത്താവിന് മുൻപാകെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു രാജാവേ. ഉദരഫലം കർത്താവിന്റെ പ്രതിഫലം തന്നെ എന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നത് പോലെ നല്ല പ്രിയപ്പെട്ട മക്കളെ അങ്ങ് തന്നിരിക്കുന്നു യേശുവേ. ഇന്നേ ദിവസം കർത്താവെ, എന്നോടൊപ്പം ഇന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ. മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ജ്ഞാനം അങ്ങ് നൽകണമേ കർത്താവേ. വിവേകം നൽകണേ കർത്താവേ. അങ്ങയുടെ ഉപദേശം നൽകണേ കർത്താവേ. അങ്ങയുടെ വഴി നയിക്കൽ ഉണ്ടാകണമേ. ഏതൊരമ്മയും അപ്പനും സ്വാർത്ഥബുദ്ധിയോടെ തീരുമാനമെടുക്കരുത് കർത്താവേ. ഏതൊരമ്മയും അപ്പനും തമ്മിൽ മത്സരബുദ്ധി ഉണ്ടാകരുത് കർത്താവേ. എല്ലാ അമ്മമാരും എല്ലാ അപ്പന്മാരും അങ്ങയുടെ മുൻപാകെ ഐക്യതയുള്ള മനസ്സോടെ മക്കൾക്കായി പ്രാർത്ഥിച്ച് കർത്താവിൽ വഴി നയിക്കുവാനുള്ള ബലം അങ്ങ് നൽകണേ കർത്താവേ. ഇന്നേ ദിവസം അങ്ങ് തന്നിട്ടുള്ള ഉപദേശത്തിൻ പ്രകാരം ഈ മാതാപിതാക്കൾ എല്ലാം വേദപുസ്തകം അനുസരിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് മക്കളെ വഴി നയിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകണമേ കർത്താവെ. ഈ മക്കളെ പ്രസവിച്ചവർ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് എന്ന് പറയും വിധം ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, ഏതൊക്കെ കാര്യത്തിലാണോ മക്കളെ ലാളിക്കേണ്ടത്, ഏതൊക്കെ കാര്യത്തിലാണോ അവരെ സ്നേഹിക്കേണ്ടത്, ഏതൊക്കെ കാര്യത്തിലാണോ മക്കളെ ശാസിച്ചു വളർത്തേണ്ടത്, ആ കാര്യങ്ങളിലെല്ലാം ഉപദേശിച്ച് അവരെ വഴി നയിക്കാനുള്ള കൃപ നൽകണമേ. ആ കൃപ മാതാപിതാക്കളായ എല്ലാവർക്കും നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവ് ഇവരുടെ ചുമതല ഏറ്റെടുത്തതിനായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്കും മക്കളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കർത്താവിന് സ്വയം സമർപ്പിക്കുന്നു. അവന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെയും അതുപോലെ മറ്റന്നാളും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാമെന്ന പരിപാടി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.